പുതിയ മാറ്റങ്ങളുമായി 2025 ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. അതിൽ എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് ന്യൂ ടാക്സ് റിജീം. ന്യൂ ടാക്സ് റിജീമിലെ ടാക്സ് ലാബ് എടുത്ത് നോക്കിയാൽ കാണാം 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ഇൻകം ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇവിടെ നോക്കിയാൽ കാണാം 12 ലക്ഷം വരെ 10% വരെ റേറ്റ് ഓഫ് ടാക്സ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. സോ ഞാൻ എക്സാമ്പിളായിട്ട് എനിക്കിപ്പോൾ 12 ലക്ഷം വാർഷിക വരുമാനം ഉണ്ടെന്ന് കരുതുക. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒറ്റയടിക്ക് 12 ലക്ഷത്തിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല വരിക. അതിനെ നമുക്കിവിടെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. സോ അപ് ടു 4 ലാക്ക്, അതായത് 0 to 4 ലാക്ക് വരെ നമുക്ക് എന്തില്ല ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട. സോ അവിടെ എന്തായിരിക്കും 0% ആയിരിക്കും എമൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ 4 to 8 ലാക്സ് എന്ന് പറയുമ്പോൾ 4 ലാക്സിൻ്റെ 5% നോക്കിയാൽ മതി. അതായത് 80 4 പോയാൽ എത്രയാണ് 4 ലാക്സ് അല്ലേ. സോ 4 ലാക്സിൻ്റെ 5% എന്ന് പറയുമ്പോൾ 20,000 ആയിരിക്കും നമുക്ക് അവിടെ എന്ത് വരാം ടാക്സ് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വരിക. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 8 to 12 ലാക്സ് എന്ന് പറയുമ്പോൾ അവിടെയും 4 ലാക്സിൻ്റെ എത്ര പെർസെൻറ്റേജ് നോക്കണം 10% നോക്കണം. സോ 4 ലാക്കിൻ്റെ 10% എന്ന് പറയുമ്പോൾ 40,000 ആണ് നമുക്കവിടെ എന്ത് വരാം ടാക്സ് വരിക. സോ 20,000ഉം 40,000ഉം പിന്നെ 0 കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 60,000 ആണ് നമുക്ക് എന്ത് വരുന്നത് ടാക്സ് പേയ്മെൻറ്റ്, ഇൻകം ടാക്സ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു സ്കീമാണ് ടാക്സ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും റിബേറ്റ് ചെയ്ത് കിട്ടും. സോ ഈ ടാക്സ് റിബേറ്റിൻ്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആയിരിക്കും. സോ ഈ 60,000 വരെ ടാക്സ് റിബേറ്റ് കിട്ടും എന്ന് പറയുന്നത് എന്താണ് ഈ ടാക്സ് റിബേറ്റ്? ടാക്സ് റിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു റീഫണ്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് പോലെയൊക്കെ കിട്ടില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു റീഫണ്ട് പോലെ ഒരു സ്കീമാണ് ഈ ടാക്സ് എന്ന് പറയുന്നത് റിബേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഈ 20,000ഉം 40,000ഉം റിബേറ്റ് കിട്ടി ടോട്ടൽ 60,000 നിങ്ങൾക്ക് അവിടെ റിബേറ്റ് ഉണ്ടാകും. സോ നിങ്ങൾക്ക് അവിടെ ഗവൺമെൻറ്റിലേക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ. സോ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം 12 ലാക്സ് വരെ ഉള്ളവർക്ക് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഇവിടെ 5% 10% വന്നാലും ചെയ്യേണ്ടതില്ല. 12 ലാക്സിൻ്റെ എബോവ് പോയാൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ട വരുള്ളൂ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട വരുള്ളൂ. അതുപോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് 12.75 ലക്ഷം വരെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75,000 വരെ നമുക്ക് എന്ത് കിട്ടും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വഴി അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. സോ മാക്സിമം അവിടെ നമുക്ക് 12.75 ലക്ഷം വരെ നമുക്ക് എന്ത് ചെയ്യേണ്ട ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിന് ലക്ഷക്കണക്കിന് കോടികളുടെ നഷ്ടമാണ് വരുന്നതെങ്കിലും നമ്മുടെ സാധാരണക്കാരെ ഒരു മുൻപന്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഗവൺമെൻറ്റിന് അവിടെ എന്തെങ്കിലും വഴികൾ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കിയാൽ കാണാം കഴിഞ്ഞ കൊല്ലത്തേക്ക് GDP നമുക്ക് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് ലാബ് റേറ്റ്സ് ഗവൺമെൻറ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. സോ നമ്മളിപ്പോൾ 12 ലക്ഷം വരെ ഉള്ളവരുടെ ടാക്സ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തല്ലേ. സോ അതുവരെ ടാക്സ് പേയ്മെൻറ്റ് നമുക്കില്ല. പക്ഷേ ഒരു ടാക്സ് പേയ്മെൻറ്റ്, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ 15 ലക്ഷമാണ് എൻ്റെ വാർഷിക വരുമാനം എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഞാൻ അവിടെ എങ്ങനെയായിരിക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ. സോ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ അപ് ടു 4 ലാക്സ് വരെ നമുക്ക് എന്തായിരിക്കും 0 തന്നെയായിരിക്കും എമൗണ്ട് വരുന്നത്. സോ അതുപോലെ തന്നെ 4 to 8 ലാക്സ് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്നതാണ് 20,000. ദെൻ 8 to 12 ലാക്സ് വരുമ്പോൾ 10% വരുന്നതാണ് 4 ലാക്സിൻ്റെ 10% 40,000 വരും. ദെൻ അതുപോലെ തന്നെ 12 to 16 ലാക്കാണ്. സോ എനിക്കവിടെ 15 LP അല്ലേ. സോ 12 to 15 എന്ന് പറയുമ്പോൾ 3 ലാക്സിൻ്റെ 15% ആണ് വരുന്നത്. സോ അവിടെ വരുമ്പോൾ എനിക്ക് വരുന്നതാണ് 45,000. സോ ഇത്രയും എമൗണ്ട് ആയിരിക്കും. അതായത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ 1,05,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് അവിടെ ടാക്സ് പേയബിൾ ആയിട്ട് വരുന്നത്. സോ 15 ലാക്സ് LP ഉള്ള എനിക്കാണെന്നുണ്ടെങ്കിൽ വാർഷിക വരുമാനമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും 1,05,000 രൂപയായിരിക്കും അവിടെ ടാക്സ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് വരിക. സോ 12 ലാക്സ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് വരും ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. സോ ഈ ടാക്സ് ലാബുകളെ ബേസ് ചെയ്ത് നമുക്ക് കുറേ ടോപ്പിക്സ് ഇനി നോക്കാനുണ്ട്. സോ നമുക്ക് അവിടെ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.